നമ്മുടെ ലൈഫിൽ സന്തോഷമില്ലാത്തത്, നിങ്ങൾക്കിപ്പോൾ ഒന്ന് ചിരിക്കാൻ പറ്റാത്തതിന് കാരണം നിങ്ങളല്ല ബ്രോ. നമ്മൾ പോലും അറിയാത്തൊരു ബ്രെയിൻ ഹിഡൻ ട്രാപ്പ് ഉണ്ട്. ആ ട്രാപ്പിൽ 90% ആൾക്കാരും എല്ലാ ദിവസവും അവർ പോലും അറിയാതെ പെട്ടുപോകുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന ഗേൾ ഫ്രണ്ട് എനിക്കില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ബൈക്ക് എനിക്കില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ബോഡി എനിക്കില്ല, ഞാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട് എനിക്കില്ല, ഈവൻ ഞാൻ ആഗ്രഹിക്കുന്ന പൈസ പോലും എനിക്കില്ല. ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ലോൺലി ആയിട്ട് ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് എൻ്റെ ടൈം കളയുന്നു എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ടൈം ടു ചേഞ്ച്. ഞാൻ നല്ലോണം ഓർക്കുന്നുണ്ട് ബ്രോ, 2 വർഷം മുമ്പ് ഭയങ്കരമായിട്ട് ഇൻസെക്യൂർ ആയിട്ടിരുന്ന ഒരാളാണ് ഞാൻ. ഒരു തിങ്കളാഴ്ച ദിവസം വളരെ വൈകി, ഏകദേശം 9:30 എങ്ങാണ്ടായി രാത്രി, ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ലേസി ആയിട്ട് എൻ്റെ കട്ടിലേക്ക് കിടന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനങ്ങ് സാഡായി, പെട്ടെന്ന് ഞാനങ്ങ് ഡിപ്രസ്ഡായി. എനിക്കറിയാൻ പറ്റില്ല എന്താ ഉണ്ടാവുന്നത്. ഭയങ്കരമായിട്ടൊരു ഗിൽട്ട് ഫീൽ ഉണ്ടാവുന്നു. എനിക്കെന്താ ഈ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, എനിക്കിത് വേണം, ഇതെന്താ ഇങ്ങനെ ഭയങ്കര പെയിൻ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ വന്നു. ഒരു വേസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഞാൻ നിങ്ങളോട് പറയട്ടെ ബ്രോ. ആ ഒരു പെയിൻ വന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്തെന്നറിയാം? അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇഗ്നൈറ്റ് മോഡിൽ കയറി പോൺ കണ്ട് ഫാപ്പ് ചെയ്തു. അപ്പോൾ ഡോപ്പമിൻ വന്നു, ഹാപ്പിനെസ് ആയി, ഓക്കെ സുഖം. പിന്നെയും നേരെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ കയറി. ഇതൊരു ഹാബിറ്റായി, ഒരു റട്ടായി, ഒരു റാറ്റായി കണ്ടിന്യൂസ്ലി എൻ്റെ ലൈഫിൽ നടന്നു. ആ സമയത്ത് എനിക്ക് അറിയത്തില്ലായിരുന്നു ബ്രോ, എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിങ്ങനെ വേസ്റ്റാക്കി കളയുന്നതെന്ന്. എൻ്റെ മെൻ്റൽ ഹെൽത്ത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഈവൻ ഒന്ന് ആൾക്കാരോട് സംസാരിക്കാനോ ചിരിക്കാനോ പോലും പറ്റത്തില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ജിമ്മിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, നിങ്ങൾ എത്ര വട്ടം ജിമ്മിൽ പോകാൻ ട്രൈ ചെയ്താലും, നിങ്ങൾ എത്ര വട്ടം ഡയറ്റ് എടുക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ എത്ര വട്ടം ഫുഡ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് പറ്റാത്തതെന്ന് അറിയാമോ? നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഫഗ്ഡ് ആണ്. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കാതെ പോയ വളരെ വലിയൊരു ഡേഞ്ചറാണ് എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നത്. എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഇങ്ങനെ കുറഞ്ഞ് 0 ആവുന്നതിന് കാരണം വേറെ ഒന്നുമല്ല, ഞാൻ കോൺസ്റ്റൻ്റ്ലി ബാക്കിയുള്ളവരെയും എന്നെയും വെച്ച് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് സിക്സ് ബാക്ക് ഇല്ലല്ലോ കറക്റ്റായിട്ട്, എനിക്ക് അടിപൊളിയായിട്ടുള്ള ബൈക്ക് ഇല്ലല്ലോ, എൻ്റെ വീട്ടുകാരൊന്നും അത്രമാത്രം പൈസ ഉള്ളവരൊന്നുമല്ലോ, എനിക്ക് ലുക്ക് ഇല്ലല്ലോ, എനിക്ക് എല്ലാവരുടെയും കൂട്ട് അമ്പലത്തിലൊക്കെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടുവന്ന് റീല് ചെയ്യുന്ന പെങ്കൊച്ച് എനിക്ക് ഇല്ലല്ലോ. ഇങ്ങനെയുള്ള തോട്ടാണ് റിയലി എൻ്റെ മൈൻഡിലേക്ക് വന്നത്. ഞാൻ കോൺസ്റ്റൻ്റ്ലി ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്ത് എന്നെ ഡീഗ്രേഡ് ചെയ്ത് എൻ്റെ കോൺഫിഡൻസിനെ ഞാൻ നഷ്ടപ്പെടുത്തി ഒരു ഇൻസെക്യൂർ ആയിട്ടൊരു പേഴ്സണായിട്ട് ഞാൻ മാറി. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലൈഫ് ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ നമുക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ 1 ചെയ്യേണ്ട ഒരു കാര്യമാണ് മനസ്സിലാക്കുക എന്താണ് കമ്പാരിസന്റെ ഡേഞ്ചർ. നമ്മൾ കോൺസ്റ്റന്റ്ലി ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് അവൻ്റെ അത്ര ഹൈറ്റ് ഇല്ലല്ലോ, എനിക്ക് ആ വണ്ടി ഇല്ലല്ലോ, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം മാരേജ് ചെയ്തു, ഞാൻ മാത്രമേ കല്യാണം കഴിക്കാറുള്ളൂ, എനിക്ക് ഒരിക്കലും ജോലി കിട്ടുകയോ കല്യാണം കഴിക്കാനോ പറ്റത്തില്ല. ഇങ്ങനെ കോൺസ്റ്റന്റ്ലി നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈവൻ പെയിൻ ആയിട്ടൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, പെയിൻ ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ളവരൊക്കെ ട്രാവൽ ചെയ്യുന്നു, ബാക്കിയുള്ളവരൊക്കെ ഒരിടത്ത് പോകുന്നു, ബാക്കിയുള്ളവരൊക്കെ സന്തോഷിക്കുന്നു. ഇത് കണ്ടിട്ട് നമ്മൾ വിഷമിക്കുന്നു, നമ്മുടെ ബോഡിയെയും മൈൻഡിനെയും നമ്മൾ സങ്കടപ്പെടുത്തുന്നു. വൈ? നമ്മുടെ മൈൻഡിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു മണ്ടത്തരം എന്തെന്ന് അറിയാം? ഞാൻ ജസ്റ്റ് റിലാക്സ് ആവാൻ വേണ്ടിയാണ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് സ്ക്രോൾ ചെയ്യുന്നത്, അല്ലാതൊന്നുമല്ല, ഞാൻ ഇതൊന്ന് ഫ്രീ ടൈമിലാണ് സ്ക്രോൾ ചെയ്യുന്നത്. അല്ല ബ്രോ, ഇത് നിങ്ങൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ആണ് നഷ്ടപ്പെടുന്നത്. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കോൺസ്റ്റന്റ്ലി ബാക്കിയുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുമ്പോഴാണ്. ഇതാണ് കീ പോയിന്റ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കമ്പാരിസൺ ഏറ്റവും കൂടുതൽ ഈ ജനറേഷനിൽ നടക്കുന്നത് ഭയങ്കരമായിട്ട് നമ്മൾ ഇൻസെക്യൂർ ആവുകയും ഭയങ്കരമായിട്ട് നമ്മുടെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടുകയും നമ്മളൊരു കോൺഫിഡൻ്റ് അല്ലാത്തൊരു പേഴ്സണായിട്ട് മാറുന്നതിൻ്റെയും കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ കോർ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അപകടാവസ്ഥ നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർ മനസ്സിലാക്കിയില്ലെങ്കിൽ പറ്റുന്നൊരു കാര്യം എന്തോ നിങ്ങൾക്കറിയാം? നമ്മളിത് കോൺസ്റ്റന്റ്ലി ചെയ്യുന്നു. ഈ ഒരു റട്ട് ഹോളിൽ ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേ പോകുന്നു. പക്ഷേ
ഒരു ഘട്ടത്തിൽ നിങ്ങളൊരു മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ആക്ഷൻ എടുക്കാൻ നിൽക്കുന്ന സമയത്ത്, ചിലപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിൽ എല്ലാവർക്കും ഒരു സ്പീച്ച് നടത്തുന്ന ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് ഒരു പ്രൊജക്ട് പ്രസന്റ് ചെയ്യുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് ഒരു ബിസിനസ് ലോഞ്ച് ചെയ്യുന്ന കാര്യമായിരിക്കും, ചിലപ്പോൾ നിങ്ങളൊരു പെൺകുട്ടിയോട് പോയി അവളെ പ്രപ്പോസ് ചെയ്യുന്ന കാര്യമായിരിക്കും. ഏതൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫ് എസ്റ്റീമും സെൽഫ് കോൺഫിഡൻസും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫുൾ എഫേർട്ട് ആ കാര്യത്തിൽ ഇടാൻ പറ്റത്തില്ല. ജസ്റ്റ് വീക്ക് ലിങ്ക് ആയിട്ട് മാത്രം നമ്മൾ മാറും. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങളൊരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോവുക, നിങ്ങൾ എങ്ങനെയാണ്ട് പേടിച്ച് അവിടെ മുമ്പിൽ പോയി നിന്നു, അവളോട് സംസാരിക്കാൻ വേണ്ടി പോവുക, അവളുടെ അറ്റൻഷൻ ആദ്യം ഗ്രാബ് ചെയ്തു, എന്നിട്ട് അവളോട് സംസാരിക്കാൻ പോവുക. പക്ഷെ ആ സമയത്ത് നിങ്ങൾ ബ്ലാങ്ക് ഔട്ട് ആയിപ്പോയി, നിങ്ങൾക്ക് ഒരു കാര്യവും സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പം നിങ്ങളുടെ മൈൻഡിൽ ഒരു വോയിസ് വരുന്നു, എടാ നീ തിരിച്ചു പോകും, നിന്നെ കൊണ്ട് പറ്റത്തില്ല, കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടേ ഇരിക്കുന്നു. ബ്രോ, നെഗറ്റീവ് തോട്ട്സ് നിങ്ങളെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ബ്രോ, ഈ അപകടാവസ്ഥ ഒരുത്തനും സംസാരിക്കത്തില്ല, എല്ലാവരും പറയും ഓ കമ്പയർ ചെയ്യല്ലേ. പക്ഷെ എന്താണ് ബ്രോ കോർ പ്രോബ്ലം? നമുക്ക് ഇത് ചെയ്ത് നെഗറ്റീവ് തോട്ട്സ് വരും. ഇപ്പൊ നിങ്ങൾക്ക് റിയലി മനസ്സിലാവുന്നുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജിമ്മിൽ പോകുമ്പോൾ ആ രാവിലെയുള്ള ആ 6 മിനിറ്റിൽ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നത്? നിങ്ങൾ കോൺസ്റ്റന്റ്ലി കമ്പയർ ചെയ്ത് നമ്മുടെ സെൽഫ് എസ്റ്റീം, നമ്മുടെ കോൺഫിഡൻസ് കുറച്ച് വെച്ചിരിക്കുക. നിങ്ങൾക്ക് ബിലീഫ് ഇല്ല നിങ്ങളെ തന്നെ നിങ്ങൾക്ക് ബിലീഫ് ഇല്ലെങ്കിൽ എങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടുതലും പ്രോം ചെയ്ത് നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഫ്രണ്ട് ഇല്ല. ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്ലാസ്സിൽ തന്നെ ആരോടും മിണ്ടാതെ ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ഒരാളായിട്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ കളയേണ്ട ഒരു ലൈഫാണോ നമ്മുടെ? അല്ല. യു നീഡ് ടു ടേക്ക് ആക്ഷൻ ബ്രോ. ഞാൻ ഇവിടുന്ന് ഒരിക്കലും നിങ്ങളെ സമാധാനിപ്പിക്കാനോ നിങ്ങളെ ഹാപ്പി ആക്കാനോ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളല്ല. ഞാൻ കറക്റ്റ് ആയിട്ട് കീ ആയിട്ട് പിൻ പോയിന്റ് ആയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ആക്ഷനബിൾ സ്റ്റെപ്പാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് യു നീഡ് ടു ടേക്ക് ആക്ഷൻ നൗ. കോർ പോയിന്റ് ആയിട്ടുള്ള കാര്യമാണ് ഞങ്ങളോട് പറയുന്നത്. എത്ര ടൈപ്പ് കമ്പാരിസൺ ആണ് നമ്മൾ ഈ കോൺസ്റ്റന്റ്ലി കമ്പയർ ചെയ്യുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. കോൺസ്റ്റന്റ്ലി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തോ പറ്റുന്നതെന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞതിനോട് നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ആവും. എത്ര ടൈപ്പ് റിയലി കമ്പാരിസൺസ് ഉണ്ട്? റിയലി 3 ടൈപ്പ് കമ്പാരിസൺസ് ആണുള്ളത്. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയൊന്നുമല്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനകത്ത് ഏത് കാറ്റഗറിയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. നമ്പർ 1 എന്ന് പറഞ്ഞാൽ അപ്വേർഡ് കമ്പാരിസൺ. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് കമ്പാരിസൺ. നമ്പർ 3 എന്ന് പറഞ്ഞാൽ ലാറ്ററൽ കമ്പാരിസൺ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഓ ഈ 3ഉം ബാഡാണ്, ഈ 3 കമ്പാരിസണും ബാഡാണ്. അല്ല, ഇതിനകത്ത് നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യേണ്ട നമുക്ക് വേണ്ട ഒരു കമ്പാരിസൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് തന്നെ എടുത്തത്. നമുക്ക് വേണ്ട അർജൻസി, നമുക്ക് വേണ്ട ആങ്കർ, നമുക്ക് വേണ്ട മെയിൽ ഈഗോ തരുന്ന ഒരു കമ്പാരിസൺ ഇപ്പം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്വേർഡ് കമ്പാരിസൺ. ദിസ് ഇസ് ദ ബെസ്റ്റ് തിങ്. എനിക്കുള്ളതും അപ്വേർഡ് കമ്പാരിസൺ ആണ്. അപ്വേർഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ്ലി ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട്, നമ്മളെക്കാളും ബെറ്റർ ഉള്ളവരായിട്ട് കമ്പയർ ചെയ്തിട്ട് ഓ എനിക്ക് അവൻ്റെ കൂട്ടാവണം, അവൻ നല്ലോണം വെയിറ്റ് എടുക്കുന്നുണ്ടല്ലോ ജിമ്മിൽ, അവൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ പെൺകുട്ടിയോടും സംസാരിക്കുന്നുണ്ട്, അവൻ എന്ത് ചെയ്താലും അവൻ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യില്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൈൻഡ് സെറ്റാ. ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ നിങ്ങൾക്കില്ലേ? ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഇല്ലേ? അവരെ കാണുമ്പോൾ അവരുടെ കൂട്ടാവാൻ തോന്നുക. അതാണ് ബ്രോ അപ്വേർഡ് കമ്പാരിസൺ. ഇതിനകത്തുള്ളൊരു ചെറിയൊരു നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആങ്കറിലായിരിക്കും, നമ്മൾ ഈഗോയിലായിരിക്കും, നമ്മൾ ഫ്യൂരിയസ് ആയിരിക്കും, നമുക്ക് അത് അച്ചീവ് ചെയ്യണം, നമുക്ക് വേണം എന്ന തോന്നലായിരിക്കും. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാര്യമാണ്. ഇതിനെ ആർക്കെങ്കിലും ഓ ഇത് മോശമാണ്, ഇത് അപ്വേർഡ് കമ്പാരിസൺ ബാഡാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നിങ്ങളുടെ മൈൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം അതാണ് ബ്രോ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ബൈക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ലൈഫ് സ്റ്റൈൽ നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് കൊണ്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്വേർഡ് കമ്പാരിസൺ വേണം, നമുക്ക് കോമ്പറ്റീഷൻ വേണം, നമുക്ക് ഈഗോ വേണം, നമുക്ക് ആങ്കർ വേണം. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്വേർഡ് കമ്പാരിസൺ. നമ്പർ 2 ഡൗൺവേർഡ് കമ്പാരിസൺ. ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള റാഡ് മൈൻഡ് സെറ്റിലുള്ളവർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഡൗൺവേർഡ് കമ്പാരിസൺ. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഇമാജിൻ ദിസ് ബ്രോ, നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളും ഒരു എക്സാം എഴുതാൻ പോകുന്നു. അപ്പം അവനും നിങ്ങളുമായിട്ട് ഇങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പറയുന്നു ഓടാ ഞാൻ പഠിക്കുന്നൊന്നുമില്ല, ഇത് ചുമ്മാ ഉള്ള പൊട്ട എക്സാമാണ്, ഞാൻ ഇതൊന്നും പഠിക്കുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങളത് കേൾക്കുന്നു. അപ്പം നിങ്ങളിങ്ങനെ പഠിക്കാൻ വേണ്ടി പുസ്തകം എടുത്തിരിക്കുക, കുറേ നേരം കൊണ്ട് ഇങ്ങനെ നോക്കുന്നു. പക്ഷേ ഓട്ടോമാറ്റിക്കലി നിങ്ങളും ഡൗൺ ആവുന്നു. ഓ അവൻ പഠിക്കുന്നില്ല, പിന്നെ ഞാൻ എന്നാ പഠിക്കുന്നത്, ഇങ്ങനെ തോന്നുന്നു. ഇതേ സെയിം സിറ്റുവേഷൻ തന്നെ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ഒരു ഫ്രണ്ടെന്ന് നോക്കുക. അവൻ എല്ലാ ദിവസവും നിങ്ങൾ അവനെ വിളിക്കുന്നു, എടാ വാടാ ജിമ്മിൽ പോകാം, അവിടെ ഞാൻ ഇന്ന് വരുന്നില്ല, 2 ദിവസം കഴിഞ്ഞ് വരാം, ഇങ്ങനെ പറയുന്നു. പിറ്റേ ദിവസം അവനെ വിളിക്കുമ്പോൾ ഓ ഇല്ലടാ ഞാൻ ഇന്നിപ്പം വൈകിടാ, എനിക്ക് കാല് വേന, എനിക്ക് കുണ്ടി വേന, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. മനസ്സിലായില്ലേ? സോ അങ്ങനെയുള്ളവന്മാർ
പ്യുവർലി നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവന്മാരാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ പെർസ്പെക്റ്റീവ് നിന്ന് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അവരുമായിട്ട് കമ്പയർ ചെയ്യും. ഓ, ഞാൻ എന്നെക്കാളും ബെറ്റർ ആണല്ലോ, അവൻ എന്തായാലും പോകുന്നില്ല, അപ്പം ഞാൻ കുഴപ്പമില്ല, ആ ഒരു ഫീൽ വരും. ഓ, എൻ്റെ ബാങ്കിൽ 1000 രൂപയുണ്ട്, അവൻ്റെ ബാങ്കിൽ 500 രൂപയുള്ളൂ, അപ്പം ഞാൻ ബെറ്ററാ. ആ ഒരു ഫീൽ വന്നിട്ട് ആ കംഫോർട്ട് സോണിന്റെ അപകടമാണ് ഈ ഡൗൺവേർഡ് കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ. ഈ കംഫോർട്ട് സോണിൽ നമ്മൾ പെട്ടിരിക്കും, നമ്മുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. കോൺസ്റ്റന്റ്ലി കംഫോർട്ട് സോണിൽ. ഇതുകൊണ്ടാണ് ബ്രോ, എത്ര പേര് നിങ്ങളെ ഇൻസൾട്ട് ചെയ്താലും, എത്ര പെൺകുട്ടികൾ നിങ്ങളെ റിജക്ട് ചെയ്താലും, എത്ര ടീച്ചർമാർ നിങ്ങളെ കളിയാക്കിയാലും, സീനിയർ നിങ്ങളെ ഇൻസൾട്ട് ചെയ്താലും, നിങ്ങൾ ആ കംഫോർട്ട് സോണിൽ തന്നെ ഇരിക്കുന്നതിന്റെ കാരണം ഈ ഡൗൺവേർഡ് കമ്പാരിസൺ ആണ്. നിങ്ങൾ നിങ്ങളെ തന്നെ, ഓ കുഴപ്പമില്ല, അവൻ ഇങ്ങനെയാണല്ലോ, ഇവൻ ഇങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് ആ അർജൻസി ഇല്ല, ആ അപ്വേർഡ് കമ്പാരിസന്റെ ആ പവർ ഇല്ല. മനസ്സിലായോ ബ്രോ? ഇതാണ് ബ്രോ കീ പോയിന്റ്. അല്ലാതെ ജസ്റ്റ് കമ്പയർ ചെയ്യില്ലെന്ന് മാത്രം പറഞ്ഞിട്ട് വീഡിയോ എടുത്തിട്ട് പോകാൻ പൊട്ടനല്ല ഞാൻ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ആക്ഷൻ എടുക്കണം. നമ്മുടെ ഇസഡ് ഗ്രൂപ്പിന്റെ ഓരോ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആവണം. അതുമാത്രമാണ് എൻ്റെ ഗോൾ. ഓരോ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലൈഫ് ഇംപ്രൂവ് ആവണം. എന്താണ് ബ്രോ ലാറ്ററൽ കമ്പാരിസൺ? ലാറ്ററൽ കമ്പാരിസൺ ജസ്റ്റ് സിമ്പിൾ ആണ് ബ്രോ. ലാറ്ററൽ കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ കമ്പയർ ചെയ്യുന്ന അറിയാം? നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ച് കമ്പയർ ചെയ്യും. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇപ്പൊ മാരി ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രമേ ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു ആക്ഷനും എടുക്കത്തില്ല, ജസ്റ്റ് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് ഓ ഇങ്ങനെയാണ്, ഓ എനിക്ക് അവരുടെ അത്രയും പൈസയൊന്നുമില്ല, പക്ഷേ ഞാൻ കുഴപ്പമില്ല, ഒരു ആക്ഷനും എടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ട് മാത്രം ഇരിക്കുന്ന ആൾക്കാരാണ് ലാറ്ററൽ കമ്പാരിസനകത്തുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഇത് രണ്ടിനെ കുറിച്ച് അറിയേണ്ട ആവശ്യം പോലും ഇല്ല. ഞാൻ ജസ്റ്റ് നിങ്ങളോട് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ലാറ്ററൽ കമ്പാരിസനോ ഈ ഡൗൺവേർഡ് കമ്പാരിസനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ട എന്താണ്? നമ്മൾ സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർക്ക്, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ പുതിയ ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നവർക്ക് വേണ്ടത് എന്താണ് ബ്രോ? പറയൂ. നമുക്ക് വേണ്ടത് അപ്വേർഡ് കമ്പാരിസൺ ആണ്. ലൈഫിൽ കോങ്കർ ചെയ്യേണ്ട, ലൈഫിൽ അച്ചീവ് ചെയ്യേണ്ട, ലൈഫിൽ കാര്യങ്ങൾ വേണമെന്ന് തീരുമാനിക്കുന്ന, ആ ഡിസിഷൻ എടുക്കുന്ന, അതിനുവേണ്ടി കറക്റ്റായിട്ട് ജിമ്മിൽ പോകുന്ന, 5 മണിക്ക് എണ്ണിക്കുന്ന, ഡിസിപ്ലിൻഡ് ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആ സംഭവം, അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇസഡ് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രദർഹുഡ് ആണ്. ഇത് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ മാത്രമോ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല. അങ്ങനെ ഐ വിൽ നെവർ തിങ്ക്. കാരണം എന്താണ്? ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. മനസ്സിലായില്ലേ? ഇതൊരു കമ്മ്യൂണിറ്റിയാണ്. ഐ ഡോണ്ട് റിയലി കെയർ അബൌട്ട് യൂട്യൂബ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കോർ പോയിന്റ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആൾക്കാരായിട്ട്, നിങ്ങളുടെ സൊസൈറ്റിയുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടോ അവരൊക്കെ ബെറ്റർ ആണ്, എനിക്ക് അതുപോലെ ആവണം എന്ന് നിങ്ങൾ തിങ്ക് ചെയ്യണം. ഒരിക്കലും, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞിട്ട് ഞാൻ ആ ഇൻസെക്യൂർ ആയിട്ടൊരു സമയമുണ്ട്. അതുപോലെ ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്തിട്ട് എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, വിഷമമാണ്, ആ പെയിനിനകത്ത് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ നോക്കരുത്. എല്ലാവരും ചെയ്യുന്ന ഒരു നമ്പർ 1 മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ആ പെയിൻ വരും. നമുക്ക് എല്ലാവർക്കും ആ പെയിൻ വരും. എനിക്കും ആ പെയിൻ വരും, നിങ്ങൾക്കും ആ പെയിൻ വരും. നമ്മളിവിടെ കളത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. ആ പെയിൻ വരുമ്പോൾ അതിനകത്ത് നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ഫാപ്പ് ചെയ്യുക, കഞ്ചാവ് വലിക്കുക, വെള്ളം അടിക്കുക, അതിനകത്ത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ സിറ്റുവേഷനിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക, ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ പെയിനിൽ നമ്മൾ ഇരിക്കുക, ആ ഇൻസെക്യൂരിറ്റിയിൽ നമ്മൾ ഇരിക്കുക, എന്നിട്ട് നമ്മൾ തിങ്ക് ചെയ്യുക, നമ്മൾ ആലോചിക്കുക, നമ്മൾ ഡിസിഷൻ എടുക്കുക, നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹാബിറ്റ്സ് ഉപയോഗിക്കുക, മൂവ് ചെയ്യാൻ നോക്കുക. ഒരിക്കലും നിങ്ങൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള പേഴ്സണായി മാറരുത്. ഒരിക്കലും നമ്മളൊരു കോൺസ്റ്റന്റ്ലി ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരു പേഴ്സണായി മാറില്ല, ഒരു സെൽഫ് എസ്റ്റീം ഇല്ലാത്തൊരു പേഴ്സണായിട്ട് മാറില്ല. നിങ്ങളൊരു അമ്പലത്തിൽ പോകുമ്പോൾ, നിങ്ങളൊരു പള്ളിയിൽ പോകുമ്പം നിങ്ങളെ ബാക്കിയുള്ള എല്ലാവരും നോക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി തോന്നുന്നു. അങ്ങനെ ഉള്ളൊരു പേഴ്സണായിട്ട് നിങ്ങൾ മാറരുത്. അത് അപകടകരമാണ് ബ്രോ. അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നു? കോൺസ്റ്റന്റ്ലി നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കയറി കമ്പയർ ചെയ്ത് ബ്രോ. ഈവൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാവരും, ഞാനും നിങ്ങളും എല്ലാവരും അവരുടെ ഹാപ്പിനെസ് ഉള്ള ടൈം മാത്രമേ ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കത്തുള്ളൂ. ഞാൻ അവിടെ പോയി, എനിക്ക് പുതിയ ഗേൾഫ്രണ്ടിനെ കിട്ടി, അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിലോ അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്തുള്ള അമ്പലത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോ പോയി കിട്ടി, എനിക്ക് ലൈൻ കിട്ടി എന്ന് പറഞ്ഞ് റീൽ ഇടുന്ന ചിലപ്പോൾ ഞാൻ ഇടുമായിരിക്കും. ബട്ട് റീൽ ഇടുന്നത് ഗുഡ് തിങ്. അവരുടെ, പക്ഷെ എന്താണ് അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണ്? അവരവരുടെ ഹാപ്പിനെസ് മാത്രമേ ആ സമയത്ത് കാണിക്കുന്നുള്ളൂ. നമ്മളിവിടെ നോക്കുമ്പോൾ എനിക്കതില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡൗൺ ആയിട്ട് അയ്യോ എന്ന് പറഞ്ഞല്ലേ ഇരിക്കേണ്ടത്. അത് റാഡ് മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ അവിടെ ചെയ്യേണ്ട എന്താണ് ബ്രോ? നമ്മൾ അപ്വേർഡ് കമ്പാരിസൺ എന്ന ഗിയർ പിടിച്ചിടുക, വർക്ക് ചെയ്യുക, ഹാർഡായിട്ട് വർക്ക് ചെയ്യുക, ആ ആങ്കറും ആ ഈഗോയും ഇതിനു വേണ്ടി ഉപയോഗിക്കുക. ദെൻ വി വിൽ ഫീൽ ദ ഡിഫറൻസ്. അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞതിന് ഇമ്പോർട്ടൻ്റ് എന്താണ്, ഇത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ലൈഫ് ഇപ്പോൾ സാഡാണ്, പെയിൻ ആണ്, നമ്മുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഇല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, ടേക്ക് ആക്ഷൻ ബ്രോ. ഐ കെയർ ഫോർ യു.
ഞാൻ നിങ്ങളോട് പറഞ്ഞു ടേക്ക് ആക്ഷൻ. നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഐ നീഡ് യു. ആൻഡ് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരുമിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇസഡ് ഗ്രൂപ്പ്. You will never walk alone because we are the Z group. This is not the end. This is the beginning. Love you, brother. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് തരിക. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇതുപോലത്തുള്ള കണ്ടന്റ് മാത്രം കാണാൻ ശ്രമിക്കുക ബ്രോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ലൈഫിനെ ഇംപ്രൂവ് ചെയ്യുന്ന കണ്ടന്റുകൾ മാത്രം നിങ്ങൾ കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി ഇപ്പോൾ എന്താണ്, ആ പെയിൻ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. ഐ വിൽ റിപ്ലൈ ടു യു.